എക്സലന്റ് ഗൈഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ആനന്ദ്. ഒരു വർക്ക് ബുക്കിലെ 2 വർക്ക് ഷീറ്റുകളിലായിട്ടുള്ള ഡേറ്റ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഉദാഹരണത്തിന് സെയിൽസ് ഡേറ്റ എന്ന ഈ ഒരു വർക്ക് ബുക്ക് നോക്കുക. ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ നോർത്ത് റീജിയണിലെയും സൗത്ത് റീജിയണിലെയും പല വർഷങ്ങളിലായിട്ടുള്ള സെയിൽസ് ഡേറ്റയാണ് ഈ വർക്ക് ബുക്കിലുള്ളത്. ഈ 2 വർക്ക് ഷീറ്റുകളിലുള്ള ഡേറ്റ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യാനായിട്ട് വ്യൂ ടാബിൽ പോവാം. ഇവിടെ ന്യൂ വിൻഡോ എന്നൊരു ബട്ടൺ കാണാം. ഈ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വർക്ക് ബുക്കിൻ്റെ പേരൊന്ന് ശ്രദ്ധിച്ചോളുക. സെയിൽസ് ഡേറ്റ. ന്യൂ വിൻഡോ എന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു ഫയൽ ഓപ്പൺ ആയത് കാണാം. സെയിൽസ് ഡേറ്റ 2. ശരിക്കും ഒരു ഫയലിൻ്റെ തന്നെ 2 കോപ്പികളാണ് ഈ കാണുന്നത്. ഇനി ഈ 2 ഫയലുകളെയും സൈഡ് ബൈ സൈഡ് കൊണ്ടുവരാനായിട്ട് വ്യൂ ടാബിലുള്ള അറേഞ്ച് ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നോക്കുക, അറേഞ്ച് വിൻഡോസ് എന്ന ഡയലോഗ് ബോക്സ് വന്നു. വെർട്ടിക്കൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഫയലുകളും സൈഡ് ബൈ സൈഡ് വന്നത് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ ഫയലിൻ്റെ തന്നെ 2 കോപ്പികളാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഫയലിലെ നോർത്ത് റീജിയൻ എന്ന ഷീറ്റിൽ ഞാൻ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ അതേ മാറ്റം തന്നെ രണ്ടാമത്തെ ഫയലിലെ നോർത്ത് റീജിയൻ എന്ന ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് കാണാം. ഉദാഹരണത്തിന് ഈ സെല്ലുകളുടെ കളർ ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്യാണ്. ഹോം ടാബിൽ ഫോണ്ട് ഗ്രീൻ കളർ സെലക്ട് ചെയ്യുന്നു. നോക്കുക, രണ്ടാമത്തെ ഫയലിലും ആ ചേഞ്ച് റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടു. ഇനി നോർത്ത് റീജിയനിലെ ഡേറ്റ സൗത്ത് റീജിയനിലെ ഡേറ്റയുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് രണ്ടാമത്തെ വർക്ക് ബുക്കിലെ സൗത്ത് റീജിയൻ എന്ന ഷീറ്റ് സെലക്ട് ചെയ്യാം. നോക്കുക, സൗത്ത് റീജിയനിലെ ഡേറ്റയാണ് ഈ കാണുന്നത്. ഇനി നമ്മുടെ ഇഷ്ടത്തിന് വരികൾക്കനുസരിച്ചോ കോളങ്ങൾക്കനുസരിച്ചോ ഡേറ്റയെ കമ്പയർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 2 ഫയലുകളിലെയും വരികളും കോളങ്ങളും രണ്ടായിട്ടാണ് സ്ക്രോൾ ചെയ്യപ്പെടുന്നത്. 2 ഫയലുകളിലെയും വരികളും കോളങ്ങളും ഒരേപോലെ സ്ക്രോൾ ചെയ്യപ്പെടണമെങ്കിൽ, അതായത് സൈമൾട്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ സിങ്ക്രണൈസ്ഡ് ആയിട്ട് സ്ക്രോൾ ചെയ്യപ്പെടണമെങ്കിൽ വ്യൂ ടാബിൽ വരിക. വ്യൂ സൈഡ് ബൈ സൈഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, തൊട്ട് താഴെ സിങ്ക്രണസ് സ്ക്രോളിംഗ് എന്ന ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഇനി സ്ക്രോൾ ബാറുകൾ ഉപയോഗിച്ച് താഴേക്കോ വശങ്ങളിലേക്കോ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ 2 ഷീറ്റുകളിലെയും ഡേറ്റ ഒരേപോലെ സ്ക്രോൾ ചെയ്യപ്പെടുന്നത് കാണാം. ഇനി ഈ ഓപ്ഷൻ്റെ മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. ഒരുപാട് കോളങ്ങളിലായിട്ട് ഡേറ്റയുള്ളൊരു ഷീറ്റിലെ വ്യത്യസ്ത കോളങ്ങളിലെ ഡേറ്റയെ തമ്മിൽ കമ്പയർ ചെയ്യാനും ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഈ ഒരു ഷീറ്റിൽ 1985 മുതൽ 2019 വരെയുള്ള ഡേറ്റയാണുള്ളത്. 1985 മുതൽ 1990 വരെയുള്ള ഡേറ്റ 2014 മുതൽ 2019 വരെയുള്ള ഡേറ്റയുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ വീണ്ടും ന്യൂ വിൻഡോ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, 2 ഫയലുകൾ ഓപ്പണായി. വ്യൂ ടാബിൽ വരിക. അറേഞ്ച് ഓൾ, വെർട്ടിക്കൽ, ഓക്കെ. നോക്കുക, 2 ഫയലുകളും സൈഡ് ബൈ സൈഡ് വന്നു. ഇവിടെ ഇപ്പം 1985 മുതൽ 1992 വരെയുള്ള ഡേറ്റ നമുക്ക് കാണാം. ഇതേ ഷീറ്റിൽ തന്നെ 2014 മുതൽ 2019 വരെയുള്ള ഡേറ്റ കാണാനായിട്ട് രണ്ടാമത്തെ ഫയലിലെ സ്ക്രോൾ ബാർ വലതുവശത്തേക്ക് സ്ക്രോൾ ചെയ്യുക. ഇനി ഓരോ വരികൾക്കനുസരിച്ചും ഈ ഡേറ്റ കമ്പയർ ചെയ്യണമെങ്കിൽ വ്യൂ സൈഡ് ബൈ സൈഡ്, സിങ്ക്രണസ് സ്ക്രോളിംഗ് എന്ന ഓപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. സ്ക്രോൾ ബാർ ഉപയോഗിച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. ഒരേ വർക്ക് ബുക്കിലെ തന്നെ 2 വർക്ക് ഷീറ്റുകൾ തമ്മിൽ സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ പ്രയോജനപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓരോ പുതിയ വീഡിയോ റിലീസ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. വിഷ് യു എ ഗ്രേറ്റ് ഡേ.